എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 17 ശ്ലോകം 15, 16, 17, 18, 19, 20, 21 7 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ അങ്ങനെ സർവാംഗ സുന്ദരനായിട്ട് കാളിയന്റെ പിടിയിൽ നിന്ന് പുറത്തു വന്ന് കണ്ടപ്പോൾ എല്ലാം വിഷമിച്ചിരിക്കായിരുന്നില്ലേ? ഗോപന്മാരും ഗോപസ്ത്രീകളും യശോദാനന്ദന്മാരും ഒക്കെ. പശുക്കള് പോലും കണ്ണീരൊലിപ്പിച്ച് നിൽക്കുമായിരുന്നു. എല്ലാവർക്കും ജീവൻ തിരിച്ചു കിട്ടിയത് മതി. എല്ലാവരും സന്തോഷപൂർവ്വം ഭഗവാനെ ഗോപന്മാര് ആലിംഗനം ചെയ്യണു, പശുക്കള് നക്കിത്തോർത്തണു സന്തോഷം കൊണ്ട്. ഇനി ഇതിലും വേദം ഒരു ഭാഗ്യം ലഭിക്കാനില്ല. ഇനി ഒന്നും വേണ്ട ഞങ്ങൾക്ക്. നമ്മുടെ കണ്ണൻ സുന്ദരക്കുട്ടനായിട്ട് പൂർവാധികം ഭംഗിയോടെ തിരിച്ചു വന്നിരിക്കണു. അതാണ് അവരുടെ സന്തോഷത്തിന്റെ കാരണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 15. ഓം നമോ ഭഗവതേ വാസുദേവായ. യശോദാരോഹിണീ നന്ദോ ഗോപ്യോ ഗോപാശ്ച കൗരവ കൃഷ്ണം സമേത്യ ലബ്ധേഹാ ആസൻ ലബ്ധമനോരഥ. ശ്രീ ശുകബ്രഹ്മർഷി പറയണു, ഹേ കുരുവംശ ശ്രേഷ്ഠ, അശ്വത്ഥാമാവിന്റെ അസ്ത്രാഗ്നിയിൽ നിന്ന് മുക്തനായ അങ്ങയെ സിദ്ധിച്ചപ്പോൾ പാണ്ഡവന്മാര് എത്ര സന്തോഷിച്ചു. അതുപോലെ തന്നെ യശോദയും രോഹിണിയും നന്ദനും ഗോപികളും ഗോപന്മാരും ശ്രീകൃഷ്ണനെ അങ്ങനെ സുന്ദരകുട്ടനായിട്ട് തിരിച്ചു വരണ കണ്ടപ്പോ അവരും സന്തോഷിച്ചു. അതുവരെ നിശ്ചേഷ്ടരായിരുന്ന അവരൊക്കെ ആർപ്പ് വിളിക്കാൻ തുടങ്ങി. എല്ലാവരും അങ്ങനെ സന്തോഷ ചേഷ്ടകളൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് കണ്ണനെ ഇങ്ങനെ ആലിംഗനം ചെയ്യാണ്. ഇനി ഇതിന്മീതെ സാധിക്കേണ്ടത് കാര്യമൊന്നും ഇല്ല ഞങ്ങൾക്ക്. അങ്ങനെയാണ് അവര് സന്തോഷിച്ചത്. അത്ര സന്തോഷം. രാമശ്ച അച്യുതമാലിംഗ്യ ജഹാസാസ്യാനുഭാവവിൽ നഗാ ഗാവോ വൃഷാവത്സ ലഭിരേ പരമാമുദം. ബലഭദ്രസ്വാമിക്ക് അറിയാം ഭഗവാൻ നാശരഹിതനായിരിക്കുന്ന പരമാത്മാവാണ്. അതുകൊണ്ട് ബലഭദ്ര സ്വാമിക്ക് ശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ നന്ദാദികളുടെ പരിഭ്രമം കണ്ടുകൊണ്ട് ഇങ്ങനെ അവര് അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോ എത്ര പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവണില്ല. കണ്ണനൊന്നും പറ്റില്ല അച്ഛാ എന്നൊന്നും പറഞ്ഞിട്ട് വിശ്വാസം വരണ്ടേ, അതൊന്നും കേൾക്കണ പോലുമില്ല. അപ്പൊ ഇതൊക്കെ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പോഴാണ് കണ്ണൻ ഇങ്ങനെ ശ്രീകൃഷ്ണൻ വരണ കണ്ടപ്പോ ആലിംഗനം ചെയ്തുകൊണ്ട് ഇങ്ങനെ ജനങ്ങളെ എല്ലാം മോഹിപ്പിക്കണ്ടല്ലോ എന്റെ കണ്ണ എന്നൊരു മന്ദഹാസം കൊണ്ട് കണ്ണനെ എങ്ങനെ നോക്കി എന്നാ പറയണത് ബലഭദ്രസ്വാമി. കരയിലുള്ള വൃക്ഷങ്ങളൊക്കെ കൃഷ്ണന്റെ ആ ദുർദർശ കണ്ട് ശുഷ്കിച്ചു നിൽക്കുമായിരുന്നു. എല്ലാം അങ്ങനെ വില പാട്ടി നിൽക്കുമായിരുന്നു. ഭഗവാൻ അങ്ങോട്ട് കയറി വന്ന് കണ്ടില്ലേ, എല്ലാത്തിനും ഞങ്ങൾ നോക്കി. ആ ഒരു ഈക്ഷണം എല്ലാം പൊടുന്നതിനെ അങ്ങോട്ട് തളിർത്തു പോകും എന്നാ പറയണത്. ആ മരങ്ങളിലെല്ലാം തളിരലകൾ അങ്ങോട്ട് നിറഞ്ഞു. പശുക്കള്, കാളകള്, പശുക്കുട്ടികള് അവരൊക്കെ ഇങ്ങനെ പുല്ലുകൂടി തിന്നാതെ ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ച് നിൽക്കുമായിരുന്നു. ഇപ്പോഴല്ലേ കണ്ണൻ വരുന്ന കണ്ടപ്പോ അമ്പേ എന്നുള്ളൊരു ശബ്ദം, അവരുടെ ആ സന്തോഷം ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഭഗവാന്റെ ചുറ്റും നിന്നിങ്ങനെ എല്ലാവരും നക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെന്ന് പശുക്കളൊക്കെ സന്തോഷം സൂചിപ്പിച്ചുകൊണ്ട്. നന്ദം വിപ്രാസമാഗത്യ ഗുരവ സകളത്രകാഹ ഊജുസ്തേ കാളിയഗ്രസ്തോ ദിഷ്ട്യാ മുക്ത തവാത്മജ. ആ ബ്രാഹ്മണര് എന്താ പറഞ്ഞറിയോ? അവര് പറയാണ്, തത്വം അറിയേണ്ടവരാണ് ഈ ബ്രാഹ്മണര്. പക്ഷെ അവരും വല്ലാതെ പേടിച്ചു. എന്താ ഈ കൃഷ്ണന് ആപത്ത് വരുന്ന അവര് ഉറപ്പിച്ചു. ഇങ്ങനെ ഇത്ര വലിയ കാളിയൻ പാമ്പ് കണ്ണനെ കടിക്കാതിരിക്കൂ,
വിഷം ഏൽക്കാതിരിക്കും. ഇതൊക്കെ വിചാരിച്ചിട്ട് അവര് ഭയങ്കരമായിട്ട് വിഷമിച്ച്, ശരിക്കും പറയുമ്പോ തത്വം അറിയുന്നവരാണ് ആ ബ്രാഹ്മണരല്ലേ, പക്ഷെ അവരും മായാമോഹിതരായിരുന്നു എന്നാ പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ കരയ്ക്ക് കയറി വന്ന് നിന്ന് കണ്ടപ്പോ അവര് പ്രാർത്ഥിച്ചോണ്ട് നിൽക്കുമായിരുന്നേ. പുരോഹിത ബ്രാഹ്മണര് ഭാര്യമാരോടുകൂടി നന്ദന്റെ സമീപത്തിൽ വന്നിട്ട്, കാളിയന്റെ വായിൽ അകപ്പെട്ട അങ്ങയുടെ പുത്രനുണ്ടല്ലോ, ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. കൃഷ്ണൻ ഒരു ആപത്തും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നല്ലോണം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തൊരു ഭാഗ്യ, അങ്ങയുടെ ഭാഗ്യം കൊണ്ട് ശരിക്കും ആ കൃഷ്ണന് ഒരു ആപത്തും വരാതെ വന്നത് നമ്മുടെ അടുത്തേക്ക് എന്ന് പറയുന്നു. എന്നിട്ട് പറയാണ്, ദേഹി ദാനം ദ്വിജാദീനാം കൃഷ്ണ നിർമുക്തി ഹേതവേ നന്ദ പ്രീതമനാരാജൻ ഗാ സുവർണം തദാദിശൽ. ഈ ശ്രീകൃഷ്ണൻ സർപ്പവിഷം നേൽക്കാതെ രക്ഷപ്പെട്ടു വന്നത് ബ്രാഹ്മണരായിട്ടുള്ള ഞങ്ങളുടെ അനുഗ്രഹം നിമിത്തമാണ്, സംശയമില്ല. ഞങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹം കൊണ്ടാണ് അങ്ങയുടെ പുത്രൻ ഇങ്ങനെ ആരോഗ്യവാനായിട്ട് തിരിച്ചു വന്നത്. അതുകൊണ്ടേ ഞങ്ങൾക്ക് ദാനം ചെയ്തോളൂ എന്ന് പറയൂ അവര്, ബ്രാഹ്മണര് പറഞ്ഞു. അപ്പൊ ഹേ രാജാവേ, ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞു. അപ്പൊ തന്നെ നന്ദൻ വളരെ സന്തോഷിച്ച് അവർക്ക് പശുക്കള്, പൊൻപണം മുതലായതൊക്കെ ദാനം ചെയ്തു. യശോദാപി മഹാഭാഗ നഷ്ടലബ്ധ പ്രജാ സതി പരിഷ്വജ്യാംഗമാരോപ്യ മോച അശ്രുകലാം. മഹാഭാഗ്യവതിയും പരമപാവനയുമായ യശോദയും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തന്റെ സന്താനത്തെ വീണ്ടും ലഭിച്ച സന്തോഷ നിമിത്തം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. കൊടുക്കൂ, ഇനി എന്തൊക്കെയാ ദാനം ചെയ്തതെന്ന് അറിയില്ല യശോദ. നന്ദൻ ഗോപര് കൊടുത്തതൊന്നും പോരാ വിചാരിച്ചിട്ട് യശോദയുടെ വക അത്ര സന്തോഷം. അങ്ങനെ കണ്ണനെ മടിയിലിരുത്തി ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ചിങ്ങനെ ചുംബിക്കന്നെ അത്ര സന്തോഷ ബാഷ്പം ആ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ വീണുകൊണ്ടിരുന്നു. താം രാത്രിം തത്ര രാജേന്ദ്ര ക്ഷുത്രുഭ്യാം ശ്രമകർഷിത ഊഷുർ വ്രജൗകസോ ഗാവ കാളിന്ത്യ ഉപകൂലത. ശ്രീ ശുഖബ്രഹ്മർഷി പറയണു, ഹേ രാജവര്യ, ആ ഗോപന്മാരും ഗോക്കളും വല്ലാത്ത വിശപ്പും ദാഹവുമായിട്ട് എത്രയോ നേരം അവര് ഭഗവാന്റെ ഈ ദുർദശ കണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നില്ലേ. അങ്ങനെ വല്ലാതെ അങ്ങോട്ട് ക്ഷീണിച്ചു. കരഞ്ഞു 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 കരഞ്ഞ് അവര് ബോധം കെട്ട് വീണു. അതിന്ന് എണീട്ട് വന്നു അല്ലേ. അങ്ങനെ അത്രയും ക്ഷീണിച്ചത് കൊണ്ട് ഇനി നമുക്ക് ഇന്ന് പോവണ്ട ഗോകുലത്തിലേക്ക്, നമുക്ക് ഇവിടെ തന്നെ കിടക്കാം എന്ന് പറഞ്ഞിട്ട് ആ രാത്രി അവരെല്ലാവരും യമുനാതീരത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. രാത്രി അവിടെയാണ് എല്ലാവരും കിടന്നത്. അപ്പോഴാണ് ഇതാ ഒരു കാട്ടുതീ വരണു. തഥാ ശുചിവനോത്ഭൂതോ ദാവാഗ്നി സർവതോ വ്രജം സുപ്തം നിശീതാവൃത്യ പ്രദഗ്ധും ഉപചക്രമേ. അന്ന് അവരെല്ലാവരും അങ്ങനെ ക്ഷീണിച്ച് അങ്ങോട്ട് കിടന്നുറങ്ങുക. അപ്പോഴെന്താ, നല്ല വേനൽക്കാലാണ്, ഇലകളൊക്കെ ഇങ്ങനെ ശുഷ്കിച്ച് ഉണങ്ങി കിടക്കുക. അപ്പൊ ആ കാട്ടിൽ നിന്ന് ഒരു ഭയങ്കരമായിട്ടുള്ള അഗ്നി ഉറങ്ങിക്കിടക്കണ അവരെയും പശുക്കളും എല്ലാവരും കിടക്കണ്ടല്ലോ, ആ പശുക്കളെയും നാലു ഭാഗത്തും അങ്ങോട്ട് എല്ലാവരുടെയും ചുറ്റും അങ്ങോട്ട് വളഞ്ഞു ഒരു കാട്ടുതീയ്. അങ്ങനെ ഇവരെ ഇപ്പൊ ദഹിപ്പിക്കുന്നുള്ള അടുത്ത് ചുട്ടു, എന്തോ ശരീരത്തിൽ ചുട്ടപ്പോ എല്ലാവരും അങ്ങോട്ട് എണീറ്റ് ഭഗവാനെ തന്നെ വിളിച്ച് കരയാണ്. ഭഗവാൻ ആ ദാവാഗ്നിയിൽ നിന്ന് അവരെ രക്ഷിക്കുന്നുള്ളത് ഉറപ്പല്ലേ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.